സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം ഇതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊൽക്കത്തയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്കും തുടർന്ന് പ്രത്യേക ആംബുലൻസിലുമാണ് ഇപ്പോൾ ഇതാ പാമ്പാടിയിലെ വീട്ടിലേക്ക് അനീഷിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നു നമ്മളോടൊപ്പം. സനോജ്, ഇതാ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. സംസ്കാര പൊതുദർശനം ഇപ്പോൾ തന്നെ ആരംഭിക്കുമല്ലേ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്? വിവരങ്ങൾ സനോജിലേക്ക് എത്താം. NHPC സിക്കിം യൂണിറ്റ് മാനേജറായിരുന്നു അനീഷ് അടക്കം 25 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അനീഷിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് നോർക്കയുടെ മറ്റും സഹായത്താൽ വളരെ വേഗം കാര്യങ്ങൾ നീക്കുകയും വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലേക്ക് അനീഷിൻ്റെ മൃതദേഹം എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നും നോർക്ക് തയ്യാറാക്കിയ ആംബുലൻസിലാണ് മൃതദേഹം ഇപ്പോൾ ഇതാ പാമ്പാടിയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ജോലി തേടി പോയ അല്ലെങ്കിൽ ജോലിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അനീഷിന് ഇങ്ങനൊരു അപകടത്തിനെ തുടർന്ന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അനീഷിൻ്റെ മൃതദേഹം കോട്ടയത്തെ പാമ്പാടിയിലെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അനീഷിൻ്റെ വീട്ടിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ മലയാളികൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ അത് ആരാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊരു വ്യക്തത വന്നില്ല. സനോജ് കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. സനോജിത, അനീഷിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ അല്ലേ? എത്ര നേരം ഉണ്ടാകും പൊതുദർശനം? വിവരങ്ങൾ സിന്ദൂരി, അല്പം മുമ്പാണ് അനീഷ് മോഹനൻ്റെ മൃതദേഹം ഇവിടെ പാമ്പാടിയിലെ വസതിയിലെത്തിച്ചത്. പാമ്പാടി പത്താംകുഴി സ്വദേശിയായിട്ടുള്ള അനീഷ് മോഹനൻ കഴിഞ്ഞ ദിവസമാണ് സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം മരണമടഞ്ഞത്. മൃതദേഹം ഇന്നലെ റോഡ് മാർഗം ഉച്ചയോടെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ എത്തിച്ചു. കൊൽക്കത്ത എയർപോർട്ടിൽ നിന്നും മൃതദേഹം നോർക്കയുടെ ഇടപെടലിൽ സജ്ജീകരിച്ച മൊബൈൽ യൂണിറ്റിൽ വൈകിട്ട് 3:30 എംബാം ചെയ്തത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കോട്ടയത്തേക്കുള്ള വീട്ടിലേക്ക് റോഡ് മാർഗമാണ് മൃതദേഹം കൊണ്ടുവന്നത്. പ്രത്യേക ആംബുലൻസിലായിരുന്നു. പാമ്പാടി പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള നിരവധി ആളുകളാണ് അനീഷിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത്. ബന്ധുമിത്രാദികൾ, ഒപ്പം തന്നെ അയൽവാസികളായിട്ടുള്ള ആളുകൾ, മറ്റ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 മണിവരെ ആയിരിക്കും പൊതുദർശന ചടങ്ങുകൾ ഇവിടെ ഉണ്ടാവുക. പ്രത്യേക പേടകത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മൃതദേഹമാണ് ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നേരത്തെ 12 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിൽ കൂടിയും മൃതദേഹം എത്താൻ വൈകിയതിനെ തുടർന്നാണ് സംസ്കാരം 2 മണിയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. മൃതദേഹം ഇവിടെ എത്തിക്കുമ്പോൾ നിറകണ്ണുകളോടെയാണ് ബന്ധുമിത്രാദികൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഏറ്റുവാങ്ങിയത്. ഇത് കണ്ടു നിന്നവരുടെ കണ്ണുകളെ പോലും ഈറനണിയിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു അനീഷ് മോഹനൻ. ജിയോളജിസ്റ്റായി പഠിച്ച് വിദേശത്തുൾപ്പെടെ ജോലി ലഭിച്ചിരുന്നുവെങ്കിൽ പോലും രാജ്യത്തോടുള്ള കൂറും ആത്മാർത്ഥതയും കൊണ്ടാണ് അദ്ദേഹം ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചത്. നാസയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അദ്ദേഹം അതൊന്നും വേണ്ടതില്ല, തനിക്ക് വിദ്യാഭ്യാസം നൽകിയത് തൻ്റെ രാജ്യമാണ് എന്നും തൻ്റെ സേവനം രാജ്യത്തിന് നൽകണമെന്നുള്ള ഒരു ആത്മാർത്ഥതയായിരുന്നു അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. പൊതുദർശന ചടങ്ങുകൾ നടക്കുന്നു. 2 മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ദൂരി.